വേലക്കാരോ വിരളം വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. പാപം പെരുകുന്നു, ലോകം നശിക്കുന്നു, വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. വിളവോ അധികം, വേലക്കാരോ വിരളം, വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. ഓരോ ശിശുരോദനത്തിലും കേൾപ്പുന ഒരു കോടീശ്വര വിലാപം. സമാധാന ദൂതനായി മാറ്റേണമേ എന്നെ, വചനത്തിൻ സാക്ഷിയായി അയക്കേണമേ. വിളവോ അധികം, വേലക്കാരോ വിരളം, വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാബു നീലൻ. എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വർഷങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന പാടത്തും കൂടിയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ പാടവും എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വീട്ടിലേക്കൊന്ന് പോയേക്കാം അല്ലേ? ഇതാണ് എൻ്റെ അപ്പനും അമ്മയാണ്. അയ്യോ, പാടത്തപ്പഴ കൊഴുത്തപ്പഴാന്ന് പാടത്ത്. ആ മരത്തിലേക്ക് കൊരട്ടിലേക്ക് കേട്ടോ കേട്ടോ. രാത്രി ഉറങ്ങിയിട്ടില്ല. ചുമ്മാ കണ്ണു തുറന്നൊക്കെ ഒന്ന് കണ്ണു തുറന്നിട്ടുണ്ട്. പിന്നെ കണ്ണു തുറന്നത് എന്ത് ചെയ്ത കണ്ണു കഷ്ടമായി. കാലുവേദനയൊന്നുണ്ടായാ? ഇപ്പൊ മരുന്ന് തീർന്നു. ഡോക്ടറെ കാണാൻ പോകേണ്ട സമയമായി. ഡോക്ടറെ കാണാൻ പോണം. പഴുത്ത് വയ്ക്കണോ? ആ എന്താ പെട്ടെന്ന്. ഇവരാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനായിട്ടാണെങ്കിൽ എൻ്റെ അപ്പനും അമ്മയാണ്. ഇതാണ് എൻ്റെ അപ്പൻ നീലൻ. അപ്പൻ്റെ പേര് നീലൻ എന്നാണ്. ഇത് എൻ്റെ അമ്മ. അമ്മയുടെ പേര് തങ്കമ്മ. പ്രത്യേകിച്ച് എൻ്റെ കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ അപ്പനാണ് എൻ്റെ ഗുരുസ്ഥാനിയൻ. കാരണം എൻ്റെ അപ്പൻ അല്ലമ്മ ഈ പാടം മുഴുവൻ അല്ലേ, ഈ പാടത്ത് മുഴുവൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന, കൃഷി എന്ന് വെച്ചാൽ വരമ്പ് കളക്കൽ, വിത ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കറുകുറ്റിയിൽ അപ്പൻ വിത്ത് വാരിയിട്ട് കഴിഞ്ഞാൽ ഇരട്ടി വിളവാന്നാണ് ഇവിടുത്തെ മുതലാളിമാരുടെ അഭിപ്രായം. അങ്ങനെ ചെറുതിലേ തുടങ്ങി അപ്പൻ ഇങ്ങനെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് കണ്ടു വളർന്ന ഒരു ബാല്യമാണ് എൻ്റേത്. അങ്ങനെയാണ് എനിക്ക് ഈ കൃഷിയിലേക്കൊക്കെ ഒരു പ്രചോദനം കിട്ടിയത്. ഇപ്പോഴും അപ്പന് വയസ്സായെങ്കിലും 75 വയസ്സ് കഴിഞ്ഞു. പക്ഷേ 75 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പൻ ഇപ്പോഴും പാടത്ത് പോവും. എനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത് അപ്പനാണ്. മലയാളം എത്ര ആവോ? വില്ലേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 91 ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. 91 ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ കാരണം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോത്സാഹനജനകമായിരുന്നില്ല എൻ്റെ ഇവിടുത്തെ വിശ്വാസ പരിശീലനമൊക്കെ. പക്ഷേ ഇവരിലുള്ള നന്മയാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ജനതകൾക്ക് പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്.
ഞാനെന്നാൽ അങ്ങനെ ധ്യാനം കൂടാൻ പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും ഒരു വിശ്വാസത്തിൽ വളർച്ചയിൽ അനേകം ശുശ്രൂഷകൾ ചെയ്യുമെന്നൊന്നും ഒരിക്കലും ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ ഈ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഏറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു കാലഘട്ടമൊക്കെ മാറി. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളെ എനിക്കിന്ന് സ്നേഹിക്കാൻ പറ്റുന്നത് തന്നെ, ഇവരോടൊപ്പം ആയിരിക്കാൻ പറ്റുന്നത് തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അവരുടെ ശാപം അവരുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നൊരു ബൈബിൾ വചനമുണ്ട്. അതെന്നെ ശരിക്കും പറഞ്ഞാൽ ഗാഢമായിട്ട് ഉണർത്തി ചിന്തിച്ച ഒരു കാര്യമാണ്. ഫ്രാൻസിസ് അസിസിയുടെ ഒരു ചൈതന്യമുണ്ടല്ലോ, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ആധ്യാത്മികത, ഞാനത് പരിശീലിക്കുന്നു. അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. ഇന്ന് ഞാൻ ഓരോ പാട്ട് പാടുമ്പോഴും ഓരോ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. കാരണം എന്നിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ആ ദൈവം തിരഞ്ഞെടുത്ത് തന്നെ ഓരോ നിമിഷവും വഴി നടത്തുന്നു. സങ്കടങ്ങളുണ്ട്, പരിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സങ്കടത്തിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. യേശുവല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ജീവിതം മരണം വരെ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം. പ്ലീസ് ദി ലോർഡ്. ആരോ ഒരാൾ എങ്ങോ ഇരുന്ന് രക്ഷയ്ക്കായി കേണിടുന്നു. ആ നിലവിളിക്കു ഉത്തരമായി എന്നെ വിളിച്ചു യേശു. വിളവോ അധികം വേലക്കാരോ വിരളം, വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. ഇത് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം, അതൊക്കെ കപ്പ കൃഷിയായിരുന്നു. ഞങ്ങളുടെ സ്വന്തം സ്ഥലമല്ല, പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷത്തോളത്തോളം ഇവിടെ ഞങ്ങൾ കപ്പ കുത്തിയിരുന്ന, ഏകദേശം 2000 കടവടത്തോളം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഇതിങ്ങനെ കാട് പിടിച്ചു ഇങ്ങനെ കിടക്കുകയാണ്. ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ, പഴയൊരു കൃഷിക്ക് അനുയോജ്യമാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇത് പുല്ല് കളയണം, കൊത്തി മറയ്ക്കണം. ഇതൊക്കെ തന്നെയാണ് ഒരു ആധ്യാത്മികതയിലും ഇത്ര കാലത്തിൻ്റെ ശുശ്രൂഷ ജീവിതത്തിലും ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് വചനമാകുന്ന വിത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ഒരുക്കിയ ഹൃദയങ്ങളിലേക്ക് പാകമായി കഴിയുമ്പോൾ വിത്തിടുക, അത് 100 മേനിയും 60 ഫേനിയൊക്കെ ഫലം വരുന്നത് കാണുമ്പോൾ അവിടെയാണ് ഒരു കർഷകൻ്റെ സന്തോഷം. ഞാനിങ്ങനെ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കർഷകനായ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുമെന്ന് ഒന്ന് പരിശ്രമിക്കാം, നോക്കട്ടെ. നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നടാ മോനെ, നിന്നെ എത്ര ദിവസമായിട്ടാ കണ്ടിട്ട്? എങ്ങനെ ഈ തവണ ഇതിൽ നിന്ന് നീ പൊന്നു വിളയ്ക്ക മോനെ? പൊന്നാ, ചേച്ചിക്കറിയാലോ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ പാടൊക്കെ കളച്ച്. ചേച്ചിക്കറിയാലോ. ഇതേ എൻ്റെ വലിയേച്ചി ഓമന എന്ന പേര്. ചേച്ചിയാണ് എൻ്റെ കട്ട സപ്പോർട്ട് എൻ്റെ കൃഷിക്ക്. ഞാൻ പാടത്ത് പണിക്ക് പോകുമ്പോൾ ചേച്ചി വരും. ചേച്ചി തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് പണിയുള്ള സമയത്ത് ചേച്ചി പണിയൊക്കെ മാറ്റി വെച്ചിട്ട് പാടത്ത് വരമ്പ് പണിയാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വലിയേച്ചിയാണ്. ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ കേട്ടോ. നമ്മൾ 5 മക്കളല്ലേ, നമ്മുടെ അപ്പം നമ്മൾ 5 മക്കളാണ്. ചേച്ചിയാണ് തലയ്ക്ക് മൂത്തൊരാൾ. ഞാൻ ഏകദേശം ഒരു 1990 തുടങ്ങി പ്രാർത്ഥനയും ധ്യാനവും പരിപാടികളൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. ചില സമയത്തൊക്കെ വിഷമങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്കല്ലേ. പക്ഷേ ചേച്ചിക്ക് എന്നെക്കുറിച്ച് ഞാനിങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താ? ഞങ്ങൾക്ക് ഇഷ്ടക്കുറവില്ല. ഞങ്ങൾ എന്തെങ്കിലും നിന്നെ പറയാറുണ്ടോ, കുറ്റം പറയാറുണ്ടോ? ദൈവികമായ ഒരു കാര്യത്തിനല്ലേ നീ പോണത്. നീ പോകണുണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പെങ്ങന്മാരുടെ കാര്യങ്ങളായാലും അപ്പൻ്റെ അമ്മയുടെയും കാര്യങ്ങളായാലും പെങ്ങന്മാരുടെ മക്കളുടെ കാര്യങ്ങൾ വരെ നീ നോക്കണുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ഇഷ്ടക്കുറവൊന്നും നീ കാണിക്കില്ല. പക്ഷേ നിൻ്റെ നേരെയുള്ളൊരു വിഷമം ഞങ്ങൾക്ക് നീ കല്യാണം കഴിക്കാത്തതിൽ മാത്രമുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. നീ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാന നിമിഷം നിനക്ക് ആരുണ്ടാവുക? ഞങ്ങൾക്കും പ്രായമായല്ലേ വന്നത്.
എപ്പോഴും അതേപോലെ ഞങ്ങൾക്കും നിന്നെ വന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുമോ? അപ്പോൾ കല്യാണം കഴിച്ച് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത്. പ്രാർത്ഥന മാത്രം പോരാ, അവനവൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ നോക്കണം. ദൈവം നടത്തും ചേച്ചി. അതാണ് ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരുമെന്നാണ് ഞാനും അപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഉറച്ചൊരു വിശ്വാസമുണ്ട്. ഇത്രയും കാലത്ത് ദൈവനെ വഴി നടത്തില്ല, ഒരാപത്തും വരുത്താതെ എന്തെല്ലാം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചല്ലേ. ദൈവം ഇനി എന്നെ വഴി നടത്തും. സമയത്തിൻ്റെ പൂർത്തീകരണമാകുമ്പോഴേക്കും സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. പ്രാർത്ഥിക്കാന്നേ. ഇവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലേ കേട്ടാ. അമ്മയുടെ വയ്യാതിരിക്കുക. ചേച്ചി നോക്കി രാവിലെ തുടങ്ങിയാൽ ഇരിക്കുന്നതാ. എല്ലാം ശരിയാവും ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാന്നേ. ദൈവം നമ്മുടെ കൂടെ. ചെല്ലേ, വേഗം ചെല്ലേ. അമ്മയുടെ നോക്കിയിരിക്കട്ടാ. ഞാനിപ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ ഓർക്കും ഭയങ്കര വിഷമങ്ങളൊക്കെ. പക്ഷെ ഞാൻ കണ്ടെത്തിയൊരു സന്തോഷം, ഏറ്റവും വലിയ സമ്പത്തായ, എല്ലാം സമ്പത്തിൻ്റെ ഉടയവനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അത് മതി എനിക്ക്. എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ദൈവം ഒന്നും നിശ്ചയിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ നടന്നേ പറ്റൂ. ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ ജീവിത നിയോഗം. മറ്റുള്ളവർക്ക് എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അടിയുറച്ചൊരു ബോധ്യമുണ്ട്. എൻ്റെ ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും തളരില്ല, നിരാശപ്പെടില്ല. പ്രതീക്ഷയും പ്രത്യാശയും മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. എന്തൊക്കെയാണെങ്കിലും ഞാനും എൻ്റെ ഈശോയും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അടിച്ച് പൊളിക്കും. ഇവിടെയാണ് നിങ്ങള് മീൻ പിടിക്കാനാ? അപ്പൊ നമ്മൾ അവിടെ കാണാനല്ലേ പറഞ്ഞത്? അതുകൊള്ളാം. ഞാൻ നിങ്ങളെ അവിടെ കണക്കായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവിടെ കാണുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളെല്ലാ ദിവസവും അവിടെയല്ലേ കാണാറ്. നമുക്ക് അവിടെ തന്നെ പോയിരിക്കാം. അതുകൊണ്ട് ഭയങ്കര വെയിലാ. അങ്ങോട്ട് പോവാം. വാ, പോയില്ല, വാ. സൂക്ഷിച്ചേട്ടാ, സൂക്ഷിച്ചേർന്നേ. ഈ അരി എങ്ങനെ ഉണ്ടാവണമെന്ന കാര്യം അറിയാവോ? നമുക്കത് പഠിക്കാം കേട്ടോ. നെല്ലിനെ കുറിച്ച് പറയുന്നത് നെല്ല് അമ്മയാന്ന് പറയണത്. നെല്ലമ്മ. എല്ലാ കൃഷികളുടെയും അമ്മയാണ് നെല്ല്. അതുകൊണ്ടാണ് നെല്ലിനെ നെല്ലമ്മ എന്ന് പറയുന്നത്. എല്ലാ കൃഷികളുടെയും അമ്മയാണ് എന്ത്? പ്രിയപ്പെട്ടവരെ, ബാബു കറുകുറ്റിയെ പരിചയപ്പെടുത്താൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുന്നു, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ബാബുവിലൂടെ എഴുതപ്പെട്ടൊരു പാട്ടാണ് എണ്ണം പഠിപ്പിച്ചത് ആരാണ്? അത് ഈശോ അല്ലേ? ആ പാട്ട് എഴുതിയത് ഒരിക്കൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കൊച്ചുകുട്ടികൾ ധ്യാനം നടക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളെ എണ്ണം പഠിപ്പിക്കേണ്ടതിനെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ അതിന് പറ്റുന്നൊരു ബൈബിളിലെ പാട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വേണ്ടി പാടിക്കൊടുത്താണ്. എണ്ണം പഠിപ്പിച്ചത് ആരാണ്? എണ്ണം പഠിപ്പിച്ചത് ഈശോ അല്ലേ? ബൈബിളിലുള്ള 10 അക്കങ്ങളെ എണ്ണിയിടാമോ? നമുക്ക് എണ്ണിയിടാമോ? വാസ്തവത്തിൽ പാട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുന്നില്ല, മറിച്ച് ദൈവം കൊടുക്കുന്ന പ്രചോദനമനുസരിച്ച് എഴുതുവാൻ സാധിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, സഭയിൽ ക്രിസ്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം നടന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ ദൈവം എന്നൊരു പാട്ടാണ് വിളവ് അധികം വേലക്കാര് ചുരുക്കം. വാസ്തവത്തിൽ അത് ഒരു ക്ലാസ്സിൻ്റെ വിഷയമായിരുന്നു. ആ വിഷയം ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു. നമുക്കറിയാം, ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്ത് അദ്ദേഹത്തിന് ആ വചനം പാട്ടായിട്ട് ലഭിച്ചു. ഓരോ ശിശുവിൻ്റെ നൊമ്പരത്തിലും ഞാൻ കേൾക്കുന്നു 1 കോടി ഈശ്വര വിലാപം. ആ മനോഹരമായ പാട്ട് രൂപപ്പെടാൻ ഇടവന്നു. ഈ നെല്ലമ്മ നമുക്ക് നമ്മളോട് പറയുന്നൊരു കഥയാണ്. ആ കഥ നിങ്ങൾക്ക് കേൾക്കണോ? കഥ ഇഷ്ടമാണ്? ഓക്കെ. ഈ നെല്ല് അങ്കിൾ ഇവിടെ ഈ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഈ പാടത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തരിച്ച് കിടക്കായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ ചെളിയും പുല്ലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്കിൾ എന്താ പറയാമോ, അത് ഉഴുതു മറിച്ച് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് വിത്ത് വിതച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുളയെടുത്ത് വന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി.
നിങ്ങളൊക്കെ വളർന്നു വരുന്ന നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും നല്ല സന്തോഷമല്ലേ? അതുപോലെ എനിക്ക് ഈ കൃഷി ഇങ്ങനെ നെല്ലിങ്ങനെ വലുതായി വരുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ നെല്ലിനെ കൊന്നു കളയുന്ന രീതിയിലുള്ള കളകൾ വരുന്നു. അപ്പം അങ്കിൾ പതുക്കെ ചെന്നിട്ട് എന്തെന്ന് പറയുമ്പോൾ ആ കളകൾ പറിച്ച് ഓരോന്ന് മാറ്റാൻ തുടങ്ങി. ഇതുപോലെ ചില കുട്ടികളില്ലേ വളർന്നു വലുതായി കഴിയുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അവരറിയാതെ ചില കളകൾ വളർന്നു വരും. കള നുണ പറയും, ആ പപ്പയും മമ്മയും അനുസരിക്കില്ല. അപ്പം എന്ത് ചെയ്യും? ആ കുട്ടികൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാൻ പറ്റില്ല. ഈ നെല്ലമ്മ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ കുട്ടികളായ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്ന ചെറിയ ഈ കളകൾ നമ്മൾ കാണുമ്പോൾ തന്നെ പറിച്ചു കളഞ്ഞേക്കണം. നുണ പറയുന്ന ശീലമുണ്ട് ചില കുട്ടികൾക്ക് അല്ലേ? ചില കുട്ടികൾ ഭയങ്കര നുണ പറയും, ചില കുട്ടികൾ ഭയങ്കര അസൂയായിരിക്കും, ചില ഭയങ്കര കുശുമ്പായിരിക്കും, ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം തന്നെ ഇത് ദൈവത്തിന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല, അപ്പം തന്നെ നമ്മൾ പറിച്ചു കളഞ്ഞേക്കണം. അല്ലെങ്കിൽ എന്താ പറയാമോ? നമ്മള് കുണ്ടിലേക്കുള്ള മറന്നാ നമ്മള് വലുതാവുമ്പോ പെരുങ്ങളാവും. ആണ്ടാ, അതാണ് ചെറിയ പ്രായത്തിൽ നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ചറിയാണ് നമ്മുടെ ഉള്ളിൽ നുണ പറയുന്ന ശീലമുണ്ട്, കളവ് പറയുന്ന ശീലമുണ്ട് എന്ന് കണ്ടാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റി കളഞ്ഞേക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറും? അപ്പം നമ്മളിലൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. അപ്പം നല്ല നെല്ല് വളർന്ന് നല്ല അരി കിട്ടണമെങ്കിൽ കളകളൊക്കെ പറിച്ചു കളയണം. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരണമെങ്കിൽ ചെറുതിലേ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു തെറ്റുകൾ മാറ്റിക്കളയണം. ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പറഞ്ഞു തരട്ടെ? ഇതാണ് വചനം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പൊ നെല്ല് പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. നമ്മുടെ ഉള്ളിലുള്ള കളകളൊക്കെ പറിച്ചു കളയാൻ നല്ല കുട്ടികളായിട്ട് റെഡിയാണോ? എത്ര റെഡിയാണ്? വെരി ഗുഡ്, കൈയടിക്കാം. സത്യത്തിൽ ബാബു നല്ലൊരു നക്ഷത്ര വിളക്കാണ്. ഒരുപാട് പേരെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിലേക്ക് കൊണ്ടുവന്ന നല്ലൊരു നക്ഷത്ര വിളക്ക്. താൻ ജനിച്ചതും വളർന്നതുമെല്ലാം മറ്റൊരു റിലീജിയസ് പാരമ്പര്യത്തിലായിരുന്നുവെന്ന് ബാബു തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ വെളിച്ചം ബാബുവിൻ്റെ മേൽ വന്നു. പിന്നീടുള്ള കാലം മുഴുവൻ ഒരുപാട് പേരെ യേശുവിലേക്ക് കൊണ്ടുവരണം എന്നതിൽ കവിഞ്ഞ് ബാബുവിൻ്റെ ഉള്ളിൽ മറ്റൊരു ചിന്തയില്ല. പാടത്ത് പണിയെടുക്കുമ്പോഴും വചനവേദികളിൽ പാട്ടുപാടി നടക്കുമ്പോഴുമെല്ലാം കൊയ്ത്തിനെക്കുറിച്ചാണ് ബാബുവിൻ്റെ ചിന്ത. ധാരാളമായി കൊയ്യണം. ഈശോ പറഞ്ഞതും അങ്ങനെയാണല്ലോ, വയലിൽ വിളഞ്ഞു കിടക്കുകയാണ്, നിങ്ങൾ പോയി കൊയ്യുക. ബാബു ധാരാളം പേരെ യേശുവിലേക്ക് കൊണ്ടുവരാനായി കാരണമായി മാറിയെന്നതിൽ സംശയമില്ല. 1991 പോട്ട ആശ്രമത്തിലെ ആദ്യത്തെ യുവജന ധ്യാനം, അതിലാണ് ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധപ്രകാരം ഞാൻ സംബന്ധിക്കാനിടയായത്. അതിനു മുമ്പ് ഒരു ഹൈന്ദവമായിട്ടുള്ള എല്ലാ രീതിയിലും പ്രാർത്ഥിക്കുകയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നിനക്ക് അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അവിടെ കടന്നു ചെല്ലുന്നത് തന്നെ. ധ്യാനം കൂടി വചനത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. ഞാനൊരു കൊടിയ പാപിയാണെന്നുള്ള തിരിച്ചറിവ് വചനം എന്നെ ബോധ്യപ്പെടുത്തി. അവിടെ വെച്ച് പാപങ്ങളെല്ലാം ദൈവത്തിനോട് ഏറ്റുപറഞ്ഞ് പുതിയൊരു ഹൃദയവുമായിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ തിരിച്ചു വരികയായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെറിയ പ്രാർത്ഥനകളൊക്കെ പഠിച്ചു വളരാൻ തുടങ്ങി. പ്രശ്നങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ പറയപ്പെട്ടവരെ, കാലങ്ങൾ തിരിഞ്ഞ് ഇന്ന് ഞാൻ ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവ് എന്നെ പടിപടിയായി സഹനത്തിൻ്റെ വഴികളിലൂടെ വളർത്തുകയായിരുന്നു. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവ് എന്നെ ഉരുക്കി വാർക്കുകയായിരുന്നു. അനേകം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഒത്തിരി തിക്താനുഭവങ്ങൾ. പക്ഷെ അവിടെയൊന്നും തളരാതെ കരം പിടിച്ച് എൻ്റെ ഈശോ എന്നെ കൊണ്ടുനടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വന്ന ജീവിതത്തിൽ വന്ന ഒരു പ്രണയം പോലും എൻ്റെ ജീവിതത്തെ ആകെ തകർത്ത് കളഞ്ഞു. ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ സംഭവിച്ച വലിയൊരു വിപത്ത്, വലിയൊരു ദുരന്തം. എല്ലാവരും വെറുക്കപ്പെട്ടവനായിട്ട് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ ഒരു നാൾ എനിക്കുണ്ടായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ താടിയും മുടിയും വളർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തൊരു സമയമുണ്ട്. തിരുവനന്തപുരത്ത് ട്രെയിൻ കയറും, നേരെ കണ്ണൂരോ കാസർഗോഡോ പോയി ഇറങ്ങും.
ബസ് സ്റ്റാൻഡിലുള്ള കിടന്നുറക്കം, പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ, കഴിക്കാൻ ആഗ്രഹമില്ല, നിരാശ ബാധിച്ച് പ്രതീക്ഷയെല്ലാം മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും തിരസ്കൃതനായ എനിക്ക് മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ കരുറൂപ്പി വിഷമുണ്ടായിരുന്നു, മരിച്ചു കളയാം. ഞാനിങ്ങനെ അലയുന്ന സമയത്ത് എൻ്റെ കണ്ണിന് ഈറനണിയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്കൂളുകളിലും പള്ളികളിലും ഒക്കെ കുട്ടികളുടെ ധ്യാനവുമായിട്ട് കടന്നു പോകാനായിട്ട് എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്കൂളുകളിലും ഓരോ കുട്ടികളുടെ ധ്യാനം സംബന്ധിക്കുമ്പോഴും അവിടെ വെച്ച് ഈശോ എനിക്ക് ഓരോ പുതിയ പാട്ട് തരുമായിരുന്നു, ഒരു പുതിയ സ്കിറ്റ് തരുമായിരുന്നു. ഞാൻ ഈ യാത്രയിലെ വേളയിൽ ഒരു ഭ്രാന്തനെ പോലെ അറിയുമ്പോഴും ഓരോ സ്ഥലത്തൂടെ കടന്നു ഏതെങ്കിലും സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ ഓർമ്മിപ്പിക്കും, ഇവിടെ വെച്ച് ഞാൻ നിന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചതല്ലേ, ഇവിടെ വെച്ച് നിന്നൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലേ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ആ വൻ കാര്യങ്ങളെ ഓർത്ത്, എൻ്റെ ജീവിതം നയിച്ച വഴികളെ ഓർത്ത് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. വന്നു, ഞാൻ കാത്തിരിക്കായിരുന്നു, വരും. ബോണി ചെല്ലാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഈശോയുടെ മനോഭാവത്തോടു കൂടി എന്നെ ചേർത്ത് പിടിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ കണ്ണീരൊപ്പുകയും എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവിന് കാരണമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കത് പറയുമ്പോൾ എൻ്റെ തൊണ്ട അടറുന്നുണ്ട്, കാരണം ആ ഓർമ്മകളിലേക്കൊക്കെ ഞാൻ പോകുന്ന ഒരു സമയമാണ്. ബോണി ബാബുചേട്ടാ, അതൊക്കെയെല്ലാം അത് ദൈവം നമ്മളെ നടത്തുന്ന ഓരോ വഴികളാണ്. നമ്മളിങ്ങനെ ഓരോ ഉപകരണങ്ങളാകുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ബാബുചേട്ടനോടൊപ്പം നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായൊരു ക്രിസ്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ മ്യൂസിക്കും സ്കിറ്റും പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ചെയ്യുന്ന ഞാൻ വളരെ വിസ്മയത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു ശുശ്രൂഷകനാണ്. ഞാൻ അന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബാബുചേട്ടനെ പോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സ്കിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അന്ന് തൊട്ട് ഉള്ളിലൊരു ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. പിന്നീട് ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ പറ്റി. ആ സമയത്തൊക്കെ ബാബുചേട്ടനിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന സർഗാത്മകതയുണ്ട്. അതായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഒരു പാട്ട് വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് പാട്ട് എഴുതി സംഗീതം ചെയ്ത്, അത് വെറുതെ ഒരു പാട്ടല്ല, ഒരു ആത്മീയ അഭിഷേകം അത് കേൾക്കുന്നവരിലുണ്ടാകും. അങ്ങനെ രൂപപ്പെട്ടുള്ള ധാരാളം പാട്ടുകൾ ഇന്നിപ്പോൾ നമ്മൾ പാടുന്നുമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് പച്ചപ്പിനോടുള്ള ഒരു താല്പര്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന അപൂർവം ചില ജോലികളിലൊന്നാണ് കൃഷി. അതുകൂടാതെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ള കാര്യമാണ് ബാബുചേട്ടൻ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ബാബുചേട്ടൻ ആഗ്രഹിക്കാതെ ധാരാളം പുരസ്കാരങ്ങൾ തേടി വന്നു അല്ലേ. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടിയതും അതൊക്കെ അപ്ഡേറ്റഡ് ആണ്. പുരസ്കാരം കിട്ടുന്നത്, കർഷകശ്രീ അവാർഡ് കിട്ടുന്നത്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നെ ബാബുചേട്ടനും ഞാനും തമ്മിൽ പിരിയാൻ പറ്റാത്തൊരു ബന്ധവും കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞപ്പോഴാണ് മറ്റൊരു വിശ്വാസത്തിൽ വന്ന ഒരാളെന്ന നിലയിൽ ബാബുചേട്ടൻ്റെ ബാപ്റ്റിസത്തിന് ഏറ്റവും അടുത്തുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഒരു ജ്ഞാനസ്നാന പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരാഴമായ ബന്ധം അതാണ്, മരണത്തോളം നിലനിൽക്കുന്ന ഒരു ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുമുണ്ട്. ബോണിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബോണിയുടെ മിനിസ്ട്രിയിലുള്ളവർ നമ്മൾ കൂടുതലും എല്ലാവരും അവഗണിക്കപ്പെട്ടവരും തകർക്കപ്പെട്ടവരൊക്കെയാണ്. ഒരു കഴിവില്ലാത്തവരൊക്കെയാണ് ബോണി കൂടുതൽ ചേർത്ത് പിടിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. എനിക്ക് തന്ന ആ ഒരു വലിയ സ്നേഹത്തിനും കരുതലിനും ഇപ്പോൾ എനിക്ക് വേണ്ടി ചിലവഴിച്ച തിരക്കിട്ട സമയത്തിനിടയിലാണ് വന്ന ഈ വലിയ സ്നേഹത്തിനൊക്കെ നന്ദി പറയാണ്. ഞാൻ വീണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു അപഹാസ്യനായി തീർന്നെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയും, ഞാൻ വീണത് എൻ്റെ കർത്താവിൻ്റെ കൈകളിലേക്ക്.
എൻ്റെ കർത്താവിനെ താങ്ങി. ഒരുപക്ഷെ മനുഷ്യന് പൊറുക്കാൻ പറ്റില്ല, പക്ഷേ ഈശോ പൊറുക്കും. ഞാൻ ഇന്ന് ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ അത് ക്രിസ്തുവിൻ്റെ മാറിടം എന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടമാണ്. കത്തോലിക്ക സഭ തന്നെ പാപികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടമാണ്. നമ്മൾ പലപ്പോഴും വിശുദ്ധരെ കൂട്ടുപിടിക്കാനാണ് ആഗ്രഹം, പക്ഷേ ഈശോ ചേർത്ത് പിടിച്ചത് പാപികളെയും ചുങ്കക്കാരെയും സമൂഹത്തിലും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരെയും വേശ്യെന്ന് മുദ്ര കുത്തിയവരെയും ഒക്കെയായിരുന്നു ഈശോ ചേർത്ത് പിടിച്ചത്. അപ്പോൾ പിന്നെ എനിക്കും നിനക്കും സാധ്യതയില്ലേ? അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തീർച്ചയായും നമ്മുടെ കാലം സഭയുടെ അകത്തും പുറത്തും ഒരുപോലെ പ്രതിസന്ധികൾ ഉയരുന്ന കാലമാണ്. ഈ കാലത്താണ് ബാബു ഏറ്റവും മനോഹരമായ ഒരു ഗാനം രചിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സഭയാണ് എൻ്റെ അമ്മ എന്ന് തുടങ്ങുന്ന ഗാനം. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ, സഭ അമ്മയാണ് എന്നുള്ളതിന് സഭയുടെ ആരംഭകാലം മുതലേ ചിന്തയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അവൾ അമ്മയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ആര് വേദനിക്കുമ്പോഴാണ് ഞാൻ വേദനിക്കാത്തത്, ആര് ബലഹീനനാകുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്. ഒരു പക്ഷേ സാധാരണമായ ജോലിയും ചെയ്ത് ഓരോ ദിവസത്തെ അന്നേപ്പത്തിനുള്ള വക മാത്രം സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബാബുവിന് സഭ അമ്മയാണെന്നുള്ളത് പൂർണ്ണമായി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു. ആ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ ചിന്ത തന്നെയാണ് ഗാനമായി പകർത്തിയതും. അതെ, സഭ മുറിവേൽക്കുമ്പോൾ വരും കാലങ്ങളിൽ സഭയെ സംരക്ഷിക്കാൻ പോകുന്നത് നമ്മൾ കരുതുന്ന വലിയ സ്ഥാപനബന്ധിതമായ സങ്കല്പങ്ങളിലുള്ള സംഘടനകളോ സംഘാതമായ മുന്നേറ്റങ്ങളോ ഒന്നുമായിരിക്കില്ല. പാടത്ത് പണിയെടുക്കുന്നവരും കടലോരങ്ങളിൽ സാധാരണമായി ജോലി ചെയ്ത മുക്കുവന്മാരും ജീവിതത്തിൻ്റെ അരിഷ്ഠിതാവസ്ഥകളിൽ ഏറെ കഷ്ടപ്പെടുന്ന മനുഷ്യരുമായിരിക്കും സഭയുടെ വരും കാലത്തെ നഗ്നതയെ മറയ്ക്കാൻ വസ്ത്രം കൊടുക്കുന്നത്. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. ഇത് ബിജു കറുകുറ്റി. നമ്മളിപ്പോൾ കേട്ട പാട്ട് പാടിയിരിക്കുന്നത് ബിജു ആണ്. ബിജുവിൻ്റെ അടുത്ത സുഹൃത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിജു ഒരു മിറാക്കിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങളുടെ വിശ്വാസ ജീവിതം പരിശീലിച്ചത് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ 91-92 കാലഘട്ടത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മീയ ജീവിതം ആരംഭിച്ചത്. 92 കാലഘട്ടത്തിലാണ് ബാബു പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞത്. ഞങ്ങൾ കറുകുറ്റിയിൽ നിന്ന് കുറച്ച് യുവജനങ്ങൾ ഒരുമിച്ച് ആ ധ്യാനം അറ്റൻഡ് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ ബാബുവിനെ ഞങ്ങളുടെ കറുകുറ്റി പള്ളി പരിസരത്തൊക്കെ ഇടയ്ക്ക് കോളേജിൽ പോകുന്ന വഴി അങ്ങനെ കാണാറുണ്ട്. ഒരു ചന്ദനക്കുരിയൊക്കെ തൊട്ട് ആൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരുപാട് നന്ദിയോടെ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് ബാബു. കാരണം ഞാൻ പാട്ടൊന്നും പാടില്ലായിരുന്നു. ഞങ്ങൾ ഈ ധ്യാനമൊക്കെ കൂടി എല്ലാ ഞായറാഴ്ചയും കറുകുറ്റി പള്ളിയിൽ ഞങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് ബാബുണ് ഒക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പാടില്ല. അപ്പോൾ ബാബു പാടി കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ ബാബുവിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പോട്ടിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരികളും ഒക്കെ ഒരു കർത്താവ് പ്രത്യേകം ഒരു കൊടുത്ത് ആ ഗ്രൂപ്പിന് ആവശ്യമായ രീതിയിൽ അത് ബിൽഡ് ചെയ്ത് നല്ല രീതിയിലെ പ്രൈസാവർഷിപ്പും പ്രാർത്ഥനയും കൊണ്ടുപോകാനുള്ളൊരു ഗിഫ്റ്റ് ബാബുവിന് ഈശോ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഏറ്റവും വലിയൊരു ബാബുവിനുള്ള ഒരു വലിയ ഗുണം. വളരെ ഓർമ്മകൾ, പച്ച പിടിച്ച ഓർമ്മകളാണ് ഞങ്ങളുടെ ആ കാലഘട്ടം, യുവത്വം. ബഹുമാനപ്പെട്ട റോയ് പാലാടിയച്ചൻ
ഞങ്ങൾക്ക് ഒരുമിച്ച് ജീസസ് യൂത്ത് സെൽ ഗ്രൂപ്പ്, ഞാനും റോയി അച്ഛനായിരുന്നു സെൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുകയും കറുകുറ്റി മൊണസ്ട്രി ചർച്ചിൻ്റെ ആ പരിസരത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുകയാണ് ഞാനും റോയി അച്ഛനൊക്കെ. ആദ്യ നാളുകളിൽ ബാബു ഒക്കെ ഇങ്ങനെ പാട്ടുപാടി ക്രിസ്ത്യൻ ധ്യാനത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഏതാനും ചെറുപ്പക്കാരും കൂടി ആ പ്രായത്തിനിണങ്ങിയ വിധത്തിലുള്ള കാര്യങ്ങളുമായി പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുന്നത്. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഈ പാട്ട് കേട്ട് ആവേശത്തോടെ ഞങ്ങൾ തൊട്ടടുത്ത സ്കൂളിലെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. അപ്പോൾ ബാബുവിനോട് ചേർന്ന് ഒരു വലിയ പറ്റം ആളുകളും ഇരുന്ന്, ചെറുപ്പക്കാരും ഇരുന്ന് പാട്ടുപാടുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നീട് ആ സംഘത്തോട് ഞാനും ചേർന്ന് നാട്ടിൽ കവലകളിലും പരിസരങ്ങളിലും സ്കൂളുകളിലും ദേവാലയങ്ങളിലും എല്ലാം പോയി പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഒരുപാട് ചെറുപ്പക്കാരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ അന്ന് ദൈവം ഞങ്ങളെ ഉപകരണങ്ങളാക്കി. അതെ, തീർച്ചയായും ബാബു നല്ലൊരു നക്ഷത്ര വിളക്ക് തന്നെ. ദൈവം ഇനി ഒരുപാട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബിജു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു തീരുമാനം എടുക്കാം ബിജു, മരിക്കുന്നവരെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അല്ലേ? അല്ലേ, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമുക്ക് മരിക്കല്ലേ? നമ്മൾ പാട്ട് പാടില്ലേ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, അതിനായി മിച്ചമുള്ളോരെൻ്റെ കൊച്ചു ജീവിതം സുവിശേഷ വയലിലേക്കേറിയുന്നു ഞാൻ. വയലിലേക്ക് ജീവിതം വലിച്ചെറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളവോവധികം വേലക്കാരോ വിരളും, വിളഭൂവിലേക്കെന്നെ അയക്കേണമേ. പാപം പെരുകുന്നു, ലോകം നശിക്കുന്നു, വിളഭൂവിലേക്ക്